നിങ്ങൾ മാർക്കറ്റിങ്ങും സെയിൽസും ഒന്നും ഇത്തരം വൃത്തികെട്ട രീതിയിൽ ചെയ്യരുത് എന്നാണ് എനിക്ക് പല കസ്റ്റമേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ബ്രാൻഡ് ഡിസൈനർ എന്നുള്ള നിലക്ക് ഞാനിത് സമൂഹത്തോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇത്തിരിയെങ്കിലും ഈ ഒരു മേഖലയോട് കൂറു പുലർത്തിയിട്ടില്ല എന്ന് കാലം എന്നോട് പറയും. കുറച്ച് ഫോളോവേഴ്സും കുറച്ച് റീച്ചും ഉണ്ടെന്ന് കരുതി എന്തും കാട്ടിക്കൂട്ടുന്ന കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെ കയ്യിൽ ഒന്ന് പ്രൊമോഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ വായിൽ നിന്നും അവർ വിളിച്ച് പറയുന്നതും എന്തൊക്കെയോ ആയിരിക്കും. അതിനെയും പരസ്യ രീതി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒരു കലയും ഒരു കലയിൽ നിന്നും തിരിഞ്ഞു വന്നതുമാണ്. യഥാർത്ഥത്തിൽ ഓരോ ഉൽപ്പന്നവും നിർമ്മിക്കുന്നതിൻ്റെ പിറകിൽ ഒരുപാട് ബ്രാൻഡ് ഡിസൈനർമാരുടെയും ബ്രാൻഡ് വിഷ്വലൈസർമാരുടെയും അത്തരം ക്രിയേറ്റീവ് ടീമിൻ്റെയും വർഷങ്ങളുടെയും മാസങ്ങളുടെയും റിസൾട്ടിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ പല ബ്രാൻഡുകളും. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എല്ലാവരെയും നമുക്ക് ആ രൂപത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഒരു ഉൽപ്പന്നം വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് അഡ്വർടൈസിങ് ചെയ്യുന്ന രീതി, ഇവർ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഒച്ചയിട്ട് ആക്രോശിച്ച് ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ഡിസൈനറുടെ വ്യൂവിൽ അതിന് അതിമനോഹരമായ ഒരു പേഴ്സ്പെക്റ്റീവ് വ്യൂ ഉണ്ട്. അദ്ദേഹം ആ ഉൽപ്പന്നത്തിൻ്റെ ഓണർ കാണുന്നതിലേറെ, അതല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ പാരൻ്റ് കമ്പനി കാണുന്നതിലും എത്രയോ ഒരു വലിയ വ്യൂ ആണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഡിസൈനർമാരും അതുപോലെ അതിന് പിറകിൽ കഷ്ടപ്പെട്ട ക്രിയേറ്റീവ് ടീമിൻ്റെയും വലിയ പ്രയാസത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഔട്ട്പുട്ടാണ് ഓരോ ഉൽപ്പന്നവും. അതിനെ തോന്നുന്ന രീതിയിൽ വാരി വലിച്ചെറിയാനൊക്കെ ഇവർക്കൊക്കെ ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് 4 ഫോളോവേഴ്സും 4 റീച്ചും ഉണ്ട് എന്ന് വിചാരിച്ച് ഇവരെ ഏൽപ്പിക്കുന്നവരെയാണ് ആദ്യം ചവിട്ടേണ്ടത്. കാരണം നിങ്ങളുടെ ഉൽപ്പന്നത്തിന് നിങ്ങളൊരു വാല്യൂ കൽപ്പിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ഒരു ക്രിയേറ്ററുണ്ട്, ആ ഒരു ഡിസൈനറുണ്ട്. നമ്മൾ അതുകൂടെ ചിന്തിക്കണം. അവരുടെയൊക്കെ വർഷങ്ങളുടെയും മാസങ്ങളുടെയും പ്രതിഫലനമാണ് പല ബ്രാൻഡുകളുടെയും ലോഗോയും അതിൻ്റെ കളർ പാലറ്റും അതിനുവേണ്ടി കഷ്ടപ്പെട്ട പല റിസർച്ചുകളും. പക്ഷേ ഇത്തരക്കാരെ ഒരിക്കലും ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ മാർക്കറ്റിങ്ങിൻ്റെ രീതി. നിങ്ങൾ ഇതൊക്കെ മാറ്റേണ്ട രീതിയുണ്ട്. ആളുകളോട് എന്തും വാരി വിളിച്ച് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കും എന്നുള്ളതല്ല. കാരണം ഒരു ഭ്രാന്തമായ രീതിയിലല്ല ഒരിക്കലും ഉൽപ്പന്നം വിൽക്കേണ്ടത് എന്നും ഇത്തരം രീതികൾ അഡോപ്റ്റ് ചെയ്യുന്ന പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഇവരൊക്കെ ഈ ഒരു സാഹചര്യവും ഈ സമയമൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 2.5 കാശിന് വേണ്ടി തൊള്ള വിടാതെ എന്തൊക്കെ വാരി വലിച്ചെറിഞ്ഞ് ആ ഉൽപ്പന്നത്തെ പോലും റെസ്പെക്റ്റ് ചെയ്യാതെ എല്ലാത്തിലും ഉപരി ഒരു പക്ഷേ ഒരു മനുഷ്യന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രയത്നത്തിലൂടെ കിട്ടുന്നതാണെങ്കിലും സംസ്കാരം എന്നുള്ളത് അവൻ്റെ കൾച്ചറിൽ നിന്നും വരേണ്ടതാണ്. കാരണം ഓരോ മനുഷ്യരുടെയും കഷ്ടപ്പാടാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരെങ്കിലും ഇതുപോലെ വലിച്ചെറിയുമോ? സാമാന്യമായി ചിന്തിക്കുന്നവർക്ക് പോലും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. വലിയ വലിയ ഇൻ്റർനാഷണലായിട്ട് നന്നായിട്ട് വ്യൂ ചെയ്യുന്ന എത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരൊക്കെ ഓരോ ഉൽപ്പന്നത്തെയും എത്ര മഹത്തരമായിട്ടാണ് അവരൊക്കെ കാണുന്നത്. നിങ്ങൾ അവരെയൊക്കെ കണ്ട് പഠിക്കണം. നിങ്ങളൊക്കെ ഒരുപാട് വളർന്നു എന്നും നിങ്ങൾ പറയുന്നത് എല്ലാം മാത്രമാണ് ശരി എന്നും നിങ്ങൾ ചിന്തിക്കുമ്പോഴേ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ സമൂഹം എന്നും സ്വീകരിക്കില്ല എന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയണം.